ഹലോ പീപ്പിൾ ഇന്ന് രാവിലെ ഞാനിങ്ങനെ എണീറ്റപ്പോഴത്തേക്കും ആലോചിച്ചു, എന്തിനാണ് ഈ ഫിലിം മേക്കിംഗ് ഞാൻ പെർസ്യൂ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 5 years ആയി ഞാൻ ഈ ഫിലിം മേക്കിംഗ് പെർസ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് എഡിറ്റിംഗ് ത്രൂവും ആക്ടിങ് ത്രൂ ഒക്കെ ഞാൻ പെർസ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്ത് കാരണം കൊണ്ടാണ് ഡെയിലി അതിന് വേണ്ടി പെർസ്യൂ ചെയ്യുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ടാലൻ്റ് ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്, പക്ഷെ അതിനുവേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആക്ടേഴ്സിൽ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലാലേട്ടൻ ആണെങ്കിലും ഞാൻ കൂടുതൽ ഐഡലായിട്ട് കാണുന്ന മമ്മൂക്കയാണ്. കാരണം പുള്ളിക്കുള്ള ലിമിറ്റേഷൻസും എല്ലാം വെച്ചിട്ട് പുള്ളി അഭിനയിക്കുന്നത് വെച്ചാൽ വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ കുറേ നേരത്തെ മൊണ്ടിക്ക് ശേഷം എത്തിക്കുകയാണ്. എന്തായാലും കളമശ്ശേരി പോയി വണ്ടി എടുത്ത് പോകുന്ന വഴിക്ക് നമുക്ക് ഓരോന്നൊക്കെ പറഞ്ഞ് പോവാം. വണ്ടി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ വണ്ടി എടുത്ത് ഇനി വർക്ക്ഷോപ്പ് വരെ പോകണം. കമലാസ ഫാനാണോ ഗൈസ്? അങ്ങനെ നമ്മുടെ വണ്ടി ചേട്ടൻ കിടലോട്ട് നന്നാക്കി തന്നിട്ടുണ്ട്. വണ്ടി നന്നാക്കിണ്ടിരുന്നപ്പോൾ അടുത്ത മഴ. എന്തൊരു കഷ്ടമാണത്. ചില സമയത്ത് വെയിൽ, ചില സമയത്ത് മഴ. കാലാവസ്ഥ ഒരു സൈക്കോ തന്നെ. അപ്പോൾ നമ്മൾ ഷോറൂമിൽ വണ്ടി നന്നാക്കാൻ കൊടുത്തേക്കാണ്. പിന്നെ ഇവിടെ നിന്ന് ഇനി വീട്ടിലോട്ട് പോകണം. ഇറ്റ്സ് നെവർ അബൌട്ട് ദ ജേർണി, ഇറ്റ്സ് അബൌട്ട് ദ കമ്പനി. ഞാൻ പറഞ്ഞതല്ല, എൻ്റെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ അടിപൊളിയാണ്. ഇപ്പം എൻ്റെ വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും നമ്മുടെ ഒരു ലക്ഷ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇന്ന് തന്നെ കണ്ടില്ല, ബൈക്ക് വഴിയിൽ കേടായി കിടന്ന് നമ്മൾ കട തപ്പി അടക്കുകയായിരുന്നു. പക്ഷേ യാദൃശ്ചികമായിട്ട് അന്ന് അവധി ദിവസമായിട്ട് പോലും ഒരു ചേട്ടൻ കട തുറന്നിരുന്നു. ആ ചേട്ടൻ വന്ന് മഴയത്ത് വന്ന് നമ്മുടെ വണ്ടി നന്നാക്കി തന്നു. എല്ലാം സ്മൂത്തായിട്ട് പോയി. അപ്പോൾ പക്ഷെ അത് ഒരാളുടെ ഒരു എന്താ പറയുക, ഒരു നല്ല മനസ്സാണ്. ഇപ്പോഴും എൻ്റെ ഈ പോയിന്റ് ഓഫ് ലൈഫിൽ അങ്ങനെ പല ആൾക്കാരും എൻ്റെ ലൈഫിലുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന ആദ്യത്തെ ആയാൽ പോലും അവനും സിനിമ പെർസ്യൂ ചെയ്യാനായിട്ട് ഒരുപാട് വർഷമായിട്ട് ശ്രമിക്കുന്ന ആളാണ്. ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മൊത്തത്തിലെ ഒരു റിഫ്രഷ്മെന്റ് കിട്ടും. ഇതേ സാധനം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മളെത്താൻ ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് പറയാനുള്ളത് കാര്യങ്ങൾ കുറേ ഉണ്ടല്ലോ. നമുക്കൊരു ഇത്രയും പ്രായമായി പറയാനുള്ള പറയാൻ ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾ സിനിമ തന്നെയാണ്. കുട്ടിയായിരുന്നപ്പോഴേ ഇപ്പം CID മ്യൂസിയൊക്കെ കാണുമ്പോഴത്തേക്കിലും അതിൽ നമുക്കിതുപോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. ഒരു പടം കണ്ടതിൻ്റെ ഒരു സ്ക്രീനിലൊരു മാജിക് കാണുന്നതിൻ്റെ ഒരു ഫീലുണ്ടല്ലോ. ആ ഒരു ഫീല് ഞാനൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് കാണുന്ന ഓഡിയൻസിന് എനിക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആഗ്രഹം. അപ്പം ലൈഫിൽ ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വ്ളോഗ് കാണുമ്പോൾ എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ്. അഥവാ ഈ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഡ്രീം ഇല്ല, അങ്ങനെ ഒരു സ്വപ്നമില്ല, ഒരു ലക്ഷ്യമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൈസ് ഒരു ലക്ഷ്യം ഉണ്ടാക്കുക. ഞാൻ എൻ്റെ ലക്ഷ്യത്തിൻ്റെ പുറകെയാണ്. ആ ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ നടക്കുന്ന പോലെ തന്നെ നിങ്ങളും അതേ യാത്രയിൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ വ്ളോഗ് ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും വ്ളോഗ് സീരീസ് തുടരും. ബൈ.